ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ AB വ്ളോഗ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഇന്ന് ഞാൻ എൻ്റെ നൈറ്റ് മെയറാണ് ഞാൻ കളിക്കാൻ വേണ്ടിയുള്ളത്. ഒരു ഭയങ്കര ഹൊറർ ഗെയിമാണ്. അപ്പം നിലവിലുള്ള നല്ലൊരു നമുക്ക് എടുക്കാം. തുടങ്ങി അങ്ങനെ എനിക്ക് നല്ല പേടിയുണ്ട്. എനിക്കറിയാലോ, എന്റെ അച്ഛനും അമ്മയും നിങ്ങൾ എന്നെ തൊട്ടുന്നുള്ള കാര്യം അറിഞ്ഞ നിങ്ങളെ തീർത്ത് കളഞ്ഞിട്ട് എന്റെ അടുത്ത് പോലും സാരിന്റെ പോലെ അച്ഛൻ കൂടെ ഉണ്ടെന്ന് പറയത്തുള്ളൂ. സത്യം പറയണല്ലോ, എന്റെ അച്ഛന്റെ അമ്മയുടെ കയ്യിൽ അടി കൊള്ളാനുള്ള യോഗ്യത പോലും നിങ്ങൾക്കില്ല. ഒച്ചെടുക്കരുത്. ഇപ്പോഴത്തെ സമ്മതമല്ലാതെ നിങ്ങൾ ഇവിടെ എവിടെ കൊണ്ടുവന്നു? നല്ല പേടിയുണ്ട്. അതറിയാൻ പറ്റും. എന്തുവാന്ന് എനിക്കൊരു കിട്ടിയില്ല. ഹാപ്പി ബർത്ത്ഡേ മോളെ. എന്നിട്ട് നമ്മളൊരു ഓക്കെ, ഇത് നമ്മുടെ കൈ ഇരിക്കണം. ഗോ ദ മാസ്റ്റർ ബെഡ്റൂം സെക്കൻഡ് ഫ്ലോർ. പേര് എന്നെ കാണാൻ അങ്ങോട്ട് വരും. ഇനി മേലെ തമ്പി തുമ്പി എന്ന് പറഞ്ഞാൽ ജയിച്ച് കിടന്ന് അങ്ങ് വന്നാണ്ടല്ലോ. എന്റെ സ്വഭാവമാണ്. നല്ല പേടിയെന്ന് വെച്ചാൽ നല്ലൊരു ഹൊറർ ഗെയിമാണിത്. ഇതിനകത്ത് ചിലപ്പം നമ്മളെ കൊല്ലാൻ വരെ സാധ്യതയുണ്ട്. അയ്യോ, ഇതിനകത്ത് മറ്റേ ഇതുണ്ട്, പ്രേതം. ഞാനായിട്ടൊന്നും പറയില്ല. ഇത് നമ്മൾ തൊടല്ലേ, അപ്പം പ്രേതം വരും. അവിടെ നടന്ന കാര്യങ്ങൾ അവര് അറിഞ്ഞാലുണ്ടല്ലോ. ചിലപ്പം കളിച്ച നമ്മുടെ കയ്യിലിരിക്കുന്ന ഇതെടുക്കാനാണ് ഇത് പറയുന്നത്. ഫ്രണ്ട്സ് വരുന്നുണ്ട്. അവിടെ നിൽപ്പുണ്ട്. അവളോട് ഒറ്റയ്ക്കാ, ഞാൻ പോട്ടെ. ശരി. നമുക്കൊന്ന് പോയി നോക്കാം. എല്ലാം കഴിയും കൊടുക്കത്തൊരു അഭിനയോ. ഇതിൽ പിന്നെ താനും പുറകോട്ടൊന്നും അല്ലല്ലോ. നിങ്ങൾക്ക് ഈ
എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഒരു കാര്യം ചോദിച്ചത് സത്യം പറയാം. ഇവിടെ ഒരു സാധനം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരിക്കലും തോന്നിയിട്ടില്ല നിന്റെ മമ്മിയുടെ തരണം നോക്കി അവൻ കുട്ടികൾ ക്യാമറ കിട്ടിയിട്ടുണ്ട്. സെക്കൻഡ് ഫ്ലോറിലോട്ടാണ് ഇത് പറഞ്ഞത്. പൊട്ടിക്കേണ്ടെന്നുള്ള രീതിയിലാണ് സംസാരമൊക്കെ. ഒരു അടിയുടെ കുറവുണ്ടെന്ന് പറയാതെ പറഞ്ഞ പോലെ നോക്കാം. ന്യൂസ് പേപ്പർ പീസ്. ഇത് നമ്മുടെ ഈ വീട്ടിലെ ഡിറ്റക്റ്റീവ് വരേണ്ട സമയം ഓക്കെ, ഇതിനകത്ത് പറയുന്നത് ഇവരുടെ ആഫ്റ്റർ ഡെലിവറി കഴിഞ്ഞപ്പോഴാണ്. ഇതെന്തുവാണ്? ഇത് ലീസയുടെ ഫോട്ടോയാണ്. അപ്പോൾ നിങ്ങളെ രണ്ടുപേരെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയി. ഒരു ഫോൺ കിട്ടിയിട്ടുണ്ട്. ഇത് ലീസയുടെ മകളാണെന്നാണ് ഇവർ പറയുന്നത്. ഇതെന്റെ ചേച്ചിയാണ്. ഞാൻ ചെറുതിലെ മുതലേ കാണുന്നേ. നമുക്ക് നോക്കാം. എന്നുവെച്ചാൽ ഇത് പറയുന്നത് സത്യമാണെന്ന് എനിക്ക് തോന്നുന്നു. എന്തൊക്കെയോ ഇവിടെ മറഞ്ഞു നടപ്പുണ്ട്. ലോക്ക്ഡാണ്. ഇങ്ങനെ അടിച്ചിട്ട് അവനെന്തെങ്കിലും സംശയം തോന്നിയാല് അത് ഇങ്ങനെ തീരെ വരെ കുത്തി കുത്തി ചോദിച്ചോണ്ടേ. ആ പിന്നാലെയുള്ള കഴിക്കും തന്നെ മമ്മിക്ക് മമ്മിക്ക് കൊള്ളാം. ഒരു പിടിയില്ല. എനിക്കൊരു സംശയം. നമ്മുടെ ചേച്ചിമാരെ ഹൈമോദി ആന്റി തന്നെയാണ് അവിടെ കിട്ടാണ്ട് ഒന്ന് പോടാ. അത് നന്നായിട്ട് എന്തൊക്കെയോ ഇരിക്കുന്നുണ്ട്. എനിക്കൊരു ഇതുണ്ട്. ഇതിൽ തന്നെ നമ്മൾ കുറേ നേരമായിട്ട് കറങ്ങുന്നുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു ഇതിനകത്ത് എന്തോ വരാൻ സാധ്യതയുണ്ട്. ഇതിനകത്ത് എന്തോ ഉണ്ട്. ഈശ്വരൻ്റെ വടമുണ്ട്. ഇതിനകത്ത് എന്തൊക്കെയോ നിഗൂഢത ഒളിഞ്ഞിട്ടുണ്ട്. അപ്പം അപ്പത്തേക്ക് നമ്മൾ എത്തുന്നു. അപ്പം ഇന്നത്തെ ഒരു